ഇത് ഉമ്മാൻ്റെ അവിടെ കുമ്പിട്ട് നിന്നിട്ടേ വാങ്ങാൻ കഴിയുള്ളൂ. ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടാ സ്വർഗ്ഗമുള്ളത്. അത് വാങ്ങാൻ നമുക്ക് കഴിയണം. പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം നിൻ്റെ അമ്മായിമാൻ്റെ കാലിൻ്റെ തൊട്ടാണ് ഇരിക്കുന്നത്. അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അനക്ക് കൂടിയുണ്ട്. പൂ അംഫുസക്കും വാഹലീക്കും നാറ വഖൂദു ഹന്നാസു വൽ ഹിജാറ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെണ്ണിങ്ങനെ വിളിച്ചു ചോദിച്ചു മറൻ്റെ അപ്പുറത്തുനിന്ന്, ഉസ്താദേ ഈ ആണുങ്ങളെ മൊബൈൽ മക്കളി നിർത്താൻ നിങ്ങളെടുത്ത് വല്ല വയ്യുണ്ടോ എന്ന് ചോദിച്ചു. പെരേക്കട് വന്ന അപ്പം മൊബൈൽ മക്കളി തുടങ്ങി, അത് നിർത്താൻ നിങ്ങളെടുത്ത് വല്ല വയ്യുണ്ടോ ചോദിച്ചു. എല്ലാ ആണുങ്ങളും ഒരു കാര്യം മനസ്സിലായിക്കോളി, 3 സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാം. ഒന്ന്, രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 90 മിനിറ്റ് 1.5 മണിക്കൂർ. 2, ഓഫീസിൽ എത്തിയ ഉടനെയുള്ള 1 മണിക്കൂർ. 3, വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ. എല്ലാവരും മനസ്സിലായിക്കോളി. രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ചിലവാക്കുക. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, നടക്കുക, കുളിക്കുക, ഇസ്തിരിടുക, ചാടുക, ഓടുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യം 1.5 മണിക്കൂർ. രാവിലെ എഴുന്നേറ്റ് 1.5 മണിക്കൂർ സമയം മൊബൈൽ ഓണാക്കരുത്. അതിന് വരുന്നൊക്കെ വരും, ഓണാക്കണ്ട. ഓഫീസിൽ ജോലിക്ക് ഹാജരായ ഉടനെ ആദ്യത്തെ 1 മണിക്കൂർ പുതുമയുള്ളതും ശ്രമകരവുമായ ഒരു കാര്യം ചെയ്യണം. വളരെ പ്രയാസമുള്ളത്, ഇന്നലെ ചെയ്തതല്ലാത്തത് ഒരു പുതിയ കാര്യം ഓരോ ദിവസം ചെയ്യണം 1 മണിക്കൂർ. രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കി വെക്കണം. വീട്ടിൽ കയറണത് മൊബൈലിൻ്റെ സ്വിച്ച് ഓഫ് ബട്ടൺ അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കണം. അല്ല, ആയിട്ടില്ലെങ്കിൽ 2ാമത്തെ വളവ് കഴിഞ്ഞുകൊണ്ട് വരുന്നിടത്ത് വലിയൊരു മൂച്ചില്ലേ, ആ മൂച്ചിൻ്റെ ചോട്ട് വണ്ടി നിർത്തുക. നിർത്തിയിട്ട് മൊബൈൽ എടുത്തിട്ട് കളിക്കുക. എപ്പോഴാ തീരുന്ന ചോദിച്ചാൽ എപ്പോൾ തീർന്നാലും കുഴപ്പമില്ല, കുറച്ചുകൂടി വൈകിയാലൊന്നും ഒരു കുഴപ്പമില്ല. എപ്പോഴാ തീരുന്ന ചോദിച്ചാൽ തീരുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോരാ. മൊബൈൽ 1/2 മണിക്കൂർ മതി, പിന്നെ നിങ്ങൾ എന്തും ചെയ്തോളി, പക്ഷെ അത് വന്ന ഉടനെ ആയിരിക്കണം. 1/2 മണിക്കൂറേ വേണ്ടുള്ളൂ. 1/2 മണിക്കൂർ അതാണ്ട് ഓഫാക്കി വെച്ചിങ്ങാണ്ട് കളിത്തുണി മാറ്റിങ്ങാണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി മാറ്റിങ്ങാണ്ട് പെണ്ണുങ്ങളെയും കുട്ടികളെടുത്താൻ ചെന്നിരിക്കുക. ഓൾക്ക് പറയാനുള്ളതൊക്കെയാണ് പറയട്ടെ. അതാണ് കേട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ആരൊപ്പം പോവില്ല, മീൻകാരൻ്റെ ഒപ്പം പോവില്ല, ഓട്ടോറിക്ഷക്കാരൻ്റെ ഒപ്പം പോവില്ല, ആരൊപ്പം പോവില്ല, നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. അത് കേൾക്കാൻ തയ്യാറില്ലേ? കേൾക്കാൻ തയ്യാറുള്ളവരൊപ്പം ഓല അങ്ങോട്ട് പോകും. തന്നെ സംഭവം. അതുകൊണ്ട് കുടുംബജീവിതം വിജയിക്കണോ? ഞാനീ പറഞ്ഞ വിഷയം പാലിക്കുക എന്നത് പ്രധാനമാണ്. മക്കളെ പറ്റി ഞാൻ പറഞ്ഞു, വാപ്പാനെ പറ്റി പറഞ്ഞു, ഉമ്മാനെ പറ്റി പറഞ്ഞു, ഭാര്യനെ പറ്റി പറഞ്ഞു, ഭർത്താവിനെ പറ്റി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷം